ഹലോ, ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ മീമിറ്റ് വന്നപ്പോൾ കുറച്ച് ഇരുമ്പമ്പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വേറെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ തറവാട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ അച്ചാർ ഇട്ടതാണ് കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും പകുതി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതവിടെ ഞാൻ കൊടുത്തിട്ടുള്ള മുരിങ്ങക്കമ്പാണ് കേട്ടോ, നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇതവിടെ നട്ടിട്ടുണ്ട്. പക്ഷേ അത് അവിടെ പിടിക്കൊന്നുമില്ല, കാരണം അത് അവിടെ കല്ലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ തറവാട് 5 സെൻറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടുതൽ സ്ഥലത്തും വീട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ. അതാണ് തറവാടിൻ്റെ മുന്നിലൊക്കെ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പില പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പകുതി ഇതാ ഇവിടെയും ഊരി കൊടുത്ത് ബാക്കി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ തൂമ്പ് വന്ന ഇലയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചീമക്കൊന്നൻ്റെ ഇല പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 തൈയും കൂടി അതിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ പറിച്ച്. അപ്പോൾ 2-3 തൈ നമ്മൾ വീട്ടിലേക്ക് ഒരുമിച്ച് നടാനും ഇവിടെ ഒരു തൈ നടാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ താത്ത കുയ്യൊക്കെ കുത്താൻ നോക്കി, പക്ഷേ ഭയങ്കര കല്ലാണ്. പിന്നെ നമ്മൾ ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ട് നാളെ നടാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് നേരെ പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചിട്ടുള്ള തൈ. ഒരു 3 ഉണ്ട്. ഇത് ഒരുമിച്ച് നടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ബാക്കി ഇതാ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പറിച്ചിട്ടുള്ള ഈ ഒരു 2-3 തൈ നമുക്ക് ഒരുമിച്ച് നമ്മളെ ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് നാളെ നടാം കേട്ടോ. അപ്പോൾ ഇനി നാളെ ആവണ വരെ വാടി പോകേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫ്രഷ് ആയിട്ട് ഇതേപോലെ നമ്മൾ പറിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ നടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കാൻ നല്ലതാണ് കേട്ടോ.